ബിഗ് ബോസ് സീസൺ 6 ഇപ്പൊ ഒരു പ്രമോ വീഡിയോ വന്നിട്ടുണ്ട് സ്നേഹം. ജാബ്രികൾ അടിച്ചു പിരിയുമോ? ഏപ്രിൽ ഫൂൾ. ഓക്കെ, അപ്പോ ജാസ്മിനും ഗബ്രിയും ഇന്നലെ രാത്രി അവര് രണ്ടുപേരും തമ്മിൽ ഒരു ഭയങ്കരമായ അടിപിടി, അതായത് പിടിച്ചു വലിച്ചടിക്കുന്ന അല്ലടേ, ബട്ട് അവര് തമ്മിൽ എന്താ പറയാ, ഗബ്രിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഓക്കെ, അത് ബിക്കോസ് ഓഫ് അർജുൻ എന്നൊക്കെ അങ്ങനെ കണ്ട് ഇതായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ലാലേട്ടനോട് പറഞ്ഞ സംഗതിയാണത്, അല്ലാതെ അർജുന്റെ ഒപ്പം റാംബോക്ക് നടന്നതിനൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ തോന്നിയ ഒരു എന്താണ് കണ്ടന്റ് ആണടേ. ഈവൻ ഏഷ്യാനെറ്റ് ആണെങ്കിൽ പോലും ഇട്ടിട്ടുള്ളത് പ്രമോല് ഒടുവിൽ തീരുമാനമായി ഗബ്രിയും ജാസ്മിനും വേർപിരിയുമോ. അതാണ് സംഗതി. അപ്പോ അവസാനം നമ്മളെ മണ്ടന്മാരാക്കിട്ട് വീണ്ടും നാളെ വീണ്ടും തുടങ്ങും. ഞാൻ ഒരു കേസ് പറയട്ടെ. ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ തന്നെ ഇവര് നീച്ച് നിന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഒരു ഇനീഷ്യേറ്റ് എടുത്തു, എന്ത് ഒന്ന് മാറാൻ വേണ്ടിട്ട്. ഗബ്രിയാണ് സംഭവിക്കാത്തത് എന്നുള്ളതാണ് ഇന്നലെ ഗബ്രീന്റെ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടപ്പോ മനസ്സിലായത്. ഭക്ഷണം വേണ്ടതൊക്കെ പുറകെ കടന്ന് പിന്നെ നീച്ച് കഴിച്ച് ഇത് ഗെയിമിനേക്കാൾ ഉപരി ഇതെനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇത് കളി കാര്യമായ ഒരു അവസ്ഥ എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി. അതായത് ജാസ്മിനും ഗബ്രിയും ഒരു പക്ഷെ ഗെയിമായിട്ട് എടുത്ത കാര്യമായിരിക്കാം. ജാസ്മിൻ ഇപ്പോഴും അതന്നെ പറയുന്നത്. പക്ഷെ ഗബ്രിക്ക് അങ്ങനെയല്ല. ഗബ്രിക്ക് ഒരുപാട് അല്ലെ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പ്രമോന്റെ ചെറിയൊരു ഭാഗം കാണാം. തല വെട്ടി പൊളക്കുന്നുണ്ട്. ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. നീ ചെയ്തതല്ലേ, നീ ചെയ്തു. ഇതിന്റെ റിയാക്ഷനായിട്ട് എന്റെ അടുത്ത് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. നീ എന്താന്ന് വെച്ചാൽ കാണിക്കണം. നല്ല ഓസ്കാർ ലെവൽ അഭിനയമാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. വീഡിയോ എന്റെ സംശയം. ഭയങ്കര ഒരു അഭിനയം. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഓസ്കാർ കൊടുക്കണം രണ്ടുപേർക്കും. ഓസ്കാർ അവാർഡിന്റെ വല്ല ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ബിഗ് ബോസ് അവാർഡ് ടൈറ്റിൽ വിന്നർക്ക് കൊടുക്കുന്നതിന് പകരം 2 ഓസ്കാർ മേടിച്ചവർക്ക് കൊടുക്കണം. ഭയങ്കര ഒരു ഡ്രാമ ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഇവരെ ഇന്നലത്തെ അടിയിൽ. അതായത് വേണമെന്ന് വെച്ച് എല്ലാരെയും കാണിച്ച് അടിച്ച് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിട്ട്. പിന്നെ രാത്രി വന്നിരുന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഗബ്രി വന്ന് ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതായത് ആദ്യം ഗബ്രി തെറ്റുമ്പോ ജാസ്മിൻ പോയി സമാധാനിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമ്പോ ഗബ്രി വരില്ല. ലാസ്റ്റ് ജാസ്മിൻ തെറ്റിപ്പോകുമ്പോ ഗബ്രി വന്നിരുന്ന് ഗബ്രി ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയോ ഞാൻ സമ്മർ മീഡിയ ഇട്ട 1-2 വീഡിയോ ഉണ്ട്, അവിടെ പ്ലേ ചെയ്യേ. ഇന്നലെ മറ്റൊരു കാര്യം കൂടി ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്. അതായത് എല്ലാ പ്രഷറും കൂടെ കയറിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ഓരോന്ന് ചെയ്ത് കാണിക്കുന്നത്. എനിക്കത് എന്താണെന്ന് ഇവിടെ വെച്ച് നിന്നോട് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങിയിട്ട് ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു തരാം. നീ കൂടി എന്നോട് സംസാരിക്കാതെ മിണ്ടാതെയുമായാൽ എനിക്കിവിടെ ഇനി നിൽക്കാൻ കഴിയില്ല. എനിക്ക് ഈ ഷോ എന്നും ഒരു പ്രശ്നമേ അല്ല, ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകും എന്നാണ് ഗബ്രി ഇന്നലെ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത്. ഒരു അവിടെ ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ വാട്ടെവർ ഷിപ്പ്, ആ ഷിപ്പിന്റെ പേരില് ഒരാളുടെ നിങ്ങൾ ഈ ഗബ്രി കയറിണ്ടാവുക വേറൊരാളെ ചാൻസിലാണല്ലോ. അപ്പൊ അവിടെ ഉള്ള ഈ ഒരു ഷിപ്പ് കാരണം ക്വിറ്റ് ചെയ്ത് പോകുന്നുള്ള ഒരു അതൊക്കെ വർത്താനം പറയുമ്പോഴേ ബിഗ് ബോസ് എന്താണെന്ന് പറയാം. അടുത്തോടെ ലാലേട്ടൻ വരുമ്പോ നീ പാക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്ത് പോയിക്കോടാന്ന് പറയും. ചുമ്മാ വിലയില്ലാത്ത പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് ജെന്യുവിൻ ആയിട്ടാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഈ റിലേഷൻഷിപ്പ് രണ്ടാളും ഓപ്പൺ ആയിട്ട് പറയും. എന്നാലും അത് ഋഷിയൊക്കെ പറയുന്നുണ്ട്. ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിൽ ഈ പറയുന്ന നാട്ടുകാരടക്കം, നാട്ടുകാരെന്തായാലും ഇടപെടും, വേറെ കാര്യം. കാരണം നാട്ടുകാരുടെ ഇമോഷൻ വെച്ചിട്ടാണല്ലോ ഗെയിം മുന്നോട്ട് പോകണം, ആ വോട്ടിന് മുകളിലാണല്ലോ പോകണം. അപ്പൊ അവർ ഓബിയസ്ലി ഇടപെടും. കണ്ടസ്റ്റൻസ് അതിനകത്തുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓക്കെ അവർ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്തോ കാണിച്ചിട്ട് പോട്ട് എന്നുള്ള രീതിക്കാവും. ഇത് ഇന്നലെ ജിൻഡോന്റെ അടുത്ത് പോയിട്ട് ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് അവൻ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ ഗെയിം ഞാൻ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു. എന്നിട്ട് പിന്നെയും കരച്ചില്, പിന്നെയും കെട്ടിപ്പിടുത്തം. എന്ത് നാടകാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മാക്സിമം കൊടൂര നാടകം പറഞ്ഞാൽ പിന്നെയും ഇനി നാടകമല്ലാത്ത വേറൊരു ആസ്പെക്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മേ ബി ജാസ്മിൻ കൂളാണ്.
ജാസ്മിൻ ഇത് കണ്ടന്റ് എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ ഇരുന്നത്. ജാസ്മിന് കൃത്യമായ ഒരു അലാറം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോളിലൂടെ. അത് കഴിഞ്ഞതിന് ശേഷം പല ഇൻസിഡൻസും ജാസ്മിൻ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ജാസ്മിന് മനസ്സിലാക്കി കൊടുത്തു. ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചില്ലെങ്കിൽ ജാസ്മിന് പണിയാവും എന്നുള്ളത് ജാസ്മിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജാസ്മിൻ മാറാൻ വേണ്ടി മാക്സിമം ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. ഗബ്രി ഇത് മനസ്സിലായ ഗബ്രി ഇത് വിടാതിരിക്കുകയാണ്. കാരണം ജാസ്മിന്റെ ഗെയിമാണ്. അപ്പൊ ഗബ്രി വിചാരിച്ചിട്ടുണ്ടാവും ഇവളെ വലിച്ചതിലിടാം, ഇട്ടിട്ട് എന്ത് ചെയ്യാ, ഇതൊരു പ്രേമത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ജാസ്മിനും വീണു പോകും. അല്ല എന്നിട്ടൊരു വഴി എത്തുമ്പോ ഇവളെ മെല്ലെ നൈസായി തട്ടിയിട്ട് ഈ ഓവിയ കളിച്ച ഒരു ഓവിയന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു തമിഴില്. അതേമാതിരി എന്തെങ്കിലുമൊക്കെ പിടിക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്ക് അറിയില്ല. അല്ല ഇവൻ വിചാരിക്കണ ഇവളില്ലെങ്കിൽ അല്ലെങ്കിൽ ഗബ്രി ഇങ്ങനെയായിരിക്കും. അല്ല ഇവൻ വിചാരിക്കണ ഇവളും കൂടി ഉണ്ടെങ്കിൽ പ്രേമിച്ച് നടക്കുകയാണെങ്കിൽ വോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇവൻ ഔട്ട് ആവും. അല്ല വേറെ കാര്യമുണ്ട്, ഗബ്രി ഇന്നലെ എല്ലാ ടീമിലും പോയി കയറാൻ നോക്കി, ഒരാള് പോലും ഗബ്രീനെ ആക്സെപ്റ്റ് ചെയ്തില്ല. തള്ളാണ് കാരണം പുറത്താക്കി, തള്ളു തയ്ക്കാൻ പോയാറുണ്ട്. അപ്പൊ ഗബ്രി അപ്പോഴാവും റിയലൈസ് ചെയ്തത് ഇപ്പൊ ഇവിടെ ആരും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഒരു ടീമിലും എന്നെ കയറ്റണില്ല, അപ്പൊ പിന്നെ ജാസ്മിനായിട്ട് ഇരിക്കാനുള്ളത് എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല ഗബ്രി എന്ന് പറഞ്ഞ ആൾക്ക് ഇതേപോലെ ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ജാസ്മിൻ മിണ്ടാതെയും അല്ലെങ്കിൽ മാറി നിൽക്കുന്ന സമയത്ത് റസ്മിൻ ഭായിന്റെ അടുത്ത് പോകുന്നു. എനിക്ക് തോന്നുന്നു ഗബ്രി അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആളാണ് തോന്നുന്നു, ഒരു ക്യാരക്ടറാണ്. അതായത് ആരെങ്കിലും ഒരാൾ വേണം എപ്പോഴും ഒപ്പം, ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ സ്ട്രോങ് അല്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് അറിയില്ല. കാരണം സംസാരിക്കുന്നുണ്ട് ആള്, ഗെയിമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജാസ്മിന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് പവർ ഗബ്രി. ജാസ്മിന്റെ അടുത്ത് ഗബ്രി പറയുമ്പോൾ ഗബ്രി ഒരു കാറ്റഴിഞ്ഞ മറ്റേ ബലൂണാണ്. പക്ഷെ ജാസ്മിൻ നേരെ ഉൾട്ട, രണ്ടുപേരും ഒപ്പം നിൽക്കുമ്പോൾ കാറ്റഴിച്ച ബലൂൺ ജാസ്മിനും, ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ജാസ്മിൻ ഫയർ. എന്താണെങ്കിലും ഇന്നലെ വേറൊരു കാര്യം ഉണ്ടായി. ജാസ്മിൻ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയേറെ ഇഷ്ടമാണ് എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് പിന്നീട് നഷ്ടമായി എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് സംഭവിച്ചു എന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലല്ലോ. നിനക്കറിയാമോ ജാസ്മിൻ, ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് എത്തിയ ആളാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല എന്ന് ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്. അത് ശരി, ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇത് ഇങ്ങനെയൊക്കെ പറയാൻ പോയെ? അതെ, ആൾക്കാരുടെ മേലെ ഒരു ഇതുണ്ടാക്കി കൊടുക്കണേ. ഞാൻ ഇത്രയും സങ്കടപ്പെട്ടാണ് ഇമോഷണൽ അത്യാചാർ. അല്ല നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആകെ തലയിൽ പ്രഷർ കയറ്റിയിരിക്കുന്നത്. എന്താ ഇത്രമാത്രം പ്രഷർ ഉണ്ടായിരുന്നത്? അല്ല ഇന്നലെ പ്രഷർ കയറാൻ മാത്രം അതിനകത്ത് ലാലേട്ടൻ വന്നപ്പോ ജാസ്മിൻ പറഞ്ഞത് ഇതിനേക്കാളും മുന്നത്തെ ആണ് ശരിക്കും പറയേണ്ടിയിരുന്ന. അല്ല ജാസ്മിന്റെ പറച്ചിൽ എന്ന് പറഞ്ഞാൽ 1-2 ആള് മാറിപ്പോകുന്നത് സേഫ് ആവാനും കൂടിയാണ്. കാരണം ഇവരിൽ ഏതെങ്കിലും ഒരാൾ പവർ ഹൗസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആളെ സേഫ് ആക്കാൻ പറ്റും. അതും കൂടിയും ചിലപ്പോൾ ജാസ്മിൻ അതിൽ ഗെയിമാണ് ചിന്തിക്കുന്നത്. ഇതിപ്പോ ഗെയിം ചിന്തിച്ചു പോണ ജാസ്മിനെ വരെ വലിച്ചു താഴത്തേക്ക് മറ്റേതുണ്ടല്ലോ എന്ത് മഞ്ഞുമൽ ബോയ്സ്, എന്താണ് ഞാൻ കുഴി ചാടി ഇന്ന വാറിനിട്ട് മറ്റേ സുഭാഷ് മറ്റോനെയും പിടിച്ചവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ? 2 ആള് മുകളിലേക്ക് കയറില്ല, ആ അവസ്ഥയായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ പോകുന്നുണ്ട്. കുഴി കിടക്കണ മറ്റേ ഗബ്രി ജാസ്മിനെ ഇതിക്ക് വലിച്ചിട്ട് 2 പേരും ഒരുമിച്ച് ഇപ്പൊ വരെ ഇന്നലത്തെ ടോക്കെന്ന് മനസ്സിലായത്, പിന്നെ ഇന്നത്തെ കുറെ ലൈവ് എന്നൊക്കെ കാണാൻ പറ്റിയത് പല സാഹചര്യത്തിലും ജാസ്മിൻ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്, ഗബ്രി വിടാതെ പിടിക്കുന്നുമുണ്ട്. ആ ഗെയിം മനസ്സിലായ ഗബ്രി ഇവളെ ഗെയിം എന്തായാലും പിടിച്ചു വെക്കുന്നതാണോ ആവോ, അതോ ഇനി ഗബ്രി റിയൽ ആയിട്ടാണോ? അല്ല ഗബ്രി റിയൽ ആയിട്ടും ആവാം. അല്ല അല്ലാതെ എന്താ വെച്ചാൽ 2 പേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാല് കുറെ കാലം പോവാ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുകയാണെങ്കിൽ എനിക്ക് വോട്ടിട്ടും ഞാൻ പോകും, അതാവും വിചാരിക്കുന്ന. ഗബ്രിക്ക് ഇതിൽ ഗെയിം ഉണ്ട് എനിക്ക് തോന്നുന്നില്ലടി, ഒന്നും പറയാനും പറ്റില്ല. സംശയമാണ് എനിക്ക് ഗബ്രിക്ക് ഗെയിം ഉണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. പക്ഷെ എന്താ പറയുക, ഗബ്രി ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജാസ്മിൻ വീണ്ടും ഇമോഷൻ വരുമ്പോ ക്യാമറ നോക്കിയാ കരയണം. ഗബ്രി തലയും താത്തിയിട്ടോ അല്ലെങ്കിൽ മുഖം തിരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇത് ബ്ലാങ്കറ്റ് വിരിച്ചിട്ടോ ഒക്കെ മറച്ച്, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട് ഗബ്രി അല്ലേ? എന്താണെങ്കിലും ജാബ്രികൾ ഇവരുടെ നാടകമായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് പ്യുവർലി ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ സൈഡ് ഞാൻ പറഞ്ഞു. എനിക്ക് ആകെ തോന്നുന്നത് ഗബ്രി കുറച്ചൊരു ഇമോഷണലി മാറിയോ എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. ജാസ്മിൻ ഓൺ ട്രാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജാസ്മിന് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ജാസ്മിനുള്ളത്. ജാസ്മിൻ അതിന് മുന്നൊന്നും കുത്തും ബാക്കൊന്നും കുത്തും, കട്ടപ്പയാണ്. ജാസ്മിൻ കുത്തും, ജാസ്മിൻ ഒരു പ്രശ്നം. അത് കുത്തുന്നതിനോട് ഞാൻ ഒന്നും എതിർപ്പും പറയില്ല, കാരണം അത് ചെയ്യണം, ഗെയിമാണ്. എൻഡ് ഓഫ് ദ ഡേ കളിക്കണം, ജയിക്കണം എന്ന് മാത്രമായിരിക്കും ഒരു കണ്ടസ്റ്റന്റിന്റെ മുന്നിലുണ്ടാവുക. ഓക്കെ, പക്ഷെ എനിക്ക് അപ്പോഴും പറയാനുള്ളത്,
നാട്ടുകാരെ വെറുപ്പിച്ചിട്ടും ഒപ്പമുള്ള കണ്ടസ്റ്റൻസിനെ വെറുപ്പിച്ചാലും ഈ പരിപാടി കപ്പടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മുന്നോട്ട് പോവൂല. പക്ഷെ ഇവരിപ്പോ നോമിനേഷനിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് എന്നാലും വോട്ട് കിട്ടൂടെ, ഞാൻ പറയട്ടെ. കാരണം ബാക്കി ഇവർക്ക് കിട്ടും, കാരണം ഒപ്പമുള്ളത് മറ്റേ യമുനയും ടീമുമാണ്. അപ്പൊ പിന്നെ അവർക്കേ കിട്ടാതിരിക്കും, ഇവർക്ക് എന്തായാലും കിട്ടും. കാരണം അവരെ വെച്ച് നോക്കുമ്പോൾ ഇവർ തന്നെ കണ്ടന്റ് കൊടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ അപ്പൊ പിന്നെ ഒന്നുമില്ലാതെ കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാർ ആദ്യം തട്ടി പുറത്തിടും നാട്ടുകാർ ഇവരെ വെച്ചുകൊണ്ടിരിക്കില്ല എന്താണെങ്കിലും. അപ്പൊ എന്താണെങ്കിലും ജബ്രികൾ ഇനി എന്താകും എന്നുള്ളത് കണ്ടറിയണം. എപ്പിസോഡ് കണ്ടിട്ട് അറിയാം. ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല, ഇന്നത്തെ BB Plus ഒക്കെ കാണട്ടെ. ഞങ്ങൾ ലൈവ് കണ്ടോണ്ടാണ് കൂടുതൽ ഞങ്ങളൊന്നും പറയാത്തത്. ലൈവിനകത്ത് കുറെ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 3 മണി വരെ ഉണ്ടായിരുന്നു. മോനെ ഞാൻ ഇന്നലെ എന്തോ ആയതിനും ഉറങ്ങിയില്ല, എല്ലാം കണ്ട്. കയ്യിൽ എന്തോ എഴുതി കൊടുക്കുന്നത് കണ്ട്, കോഡ് അർജുനെ തന്നെ ആണോ ഡൗട്ട് ഉണ്ട്. ആ ഒരു പൊസസീവ്നെസ്, അവര് നടന്നതിന്റെ പൊസസീവ്നെസ് ആണോ അറിയില്ല. പൊസു ഉണ്ടാവും. അതെ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി എപ്പിസോഡ് നോക്കാം.